ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ട്രാവൽ വിത്ത് MKPയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മഹാത്മമായ സ്വാഗതം. നമ്മളിപ്പോൾ ജയ്പൂറാണ്. ജയ്പൂർ അമീർ ഫോർട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അമീർ ഫോർട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാജസ്ഥാനിലോ ജയ്പൂരിലോ എത്തിയാൽ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു സ്ഥലമാണ് അമീർ ഫോർട്ട് എന്ന് പറയുന്നത്. അങ്ങനെ പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു രാജ കൊട്ടാരത്തിന് ചുറ്റുമായിട്ട് വലിയൊരു വൻമതിൽ തന്നെയുണ്ട്. ചൈനയിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഇത്ര ഗംഭീരമായിട്ടുള്ള ഒരു വൻമതിലാണ് ഇതിന് ചുറ്റുമുള്ളത്. അതുകൂടാതെ ഈ ഒരു കൊട്ടാരത്തിൽ ധാരാളം പ്രത്യേകതകളുണ്ട്. 2 ലക്ഷത്തോളം വരുന്ന കണ്ണാടി ചില്ലുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു അന്തഃപുരം, കൂടാതെ ചൂട് കാലത്ത് രാജാവിന് താമസിക്കാനായിട്ടുള്ള എയർ കണ്ടീഷൻ ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു അന്തഃപുരം, അങ്ങനെ ധാരാളം പ്രത്യേകതകൾ. ഈ ഒരു കൊട്ടാരം നിൽക്കുന്നത് വലിയൊരു മലയുടെ മുകളിലാണ്. ആ മലയുടെ മുകളിലേക്ക് കയറി പോകാനായിട്ട് നമുക്ക് 3 വഴികളുണ്ട്. ഒന്നാമത്തെ വഴിയിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ മുകളിലേക്ക് നമുക്ക് കാറിൽ എത്താനാവും. അതോടൊപ്പം തന്നെ നമുക്ക് നടന്ന് കയറാനായിട്ട് കുറച്ച് സ്റ്റെപ്പുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഷോർട്ടസ്റ്റ് വേ ആണ്, അതിലേ വരാം. നമ്മളിവിടെ എത്തി. ഈ 2 വഴികളും പറഞ്ഞു മൂന്നാമതൊരു വഴിയുണ്ട്. ആ വഴി ഒരു സർപ്രൈസ് ആണ്. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അത് കാണാം. ഇപ്പൊ നമ്മൾ പോകുന്നത് രാജസ്ഥാൻ ഓതറൈസ്ഡ് ഗൈഡിന്റെ കൂടെയാണ്. ഇവിടെ വന്നാൽ മസ്റ്റായിട്ട് നമ്മളൊരു ഗൈഡിന്റെ സഹായം തേടണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ധാരാളം കാഴ്ചകളുണ്ട്. എല്ലാം വിശദമായിട്ട് കൊണ്ടു നടന്ന് കാണിച്ച് പറഞ്ഞു തരാൻ ഒരു ഗൈഡിന് സാധിക്കും. അത് നമ്മൾ മസ്റ്റായിട്ടും ഉപയോഗപ്പെടുത്തണം. ഏകദേശം 400 രൂപയാണ് ഇവിടുത്തെ ഒരു ഗൈഡിന് ചാർജ് ആവുന്നത്. അപ്പോ നമ്മൾ നേരെ അകത്തേക്ക് എത്തി. ഇതാണ് അമീർ ഫോർട്ടിന്റെ പ്രധാന കവാടത്തിന്റെ ആ ഒരു കാഴ്ച എന്ന് പറയുന്നത്. അമീർ ഫോർട്ടിലേക്ക് എത്തിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റിന് വരുന്ന ചാർജ് എന്ന് പറയുന്നത് ഇന്ത്യക്കാർക്ക് വരുന്നത് 50 രൂപയാണ്. ഇന്ത്യൻ സ്റ്റുഡൻസിനാണെങ്കിൽ അത് 10 രൂപ മാത്രമേ ഉള്ളൂ. പിന്നെ ഫോറിനേഴ്സിനാണെങ്കിൽ 550 രൂപ. ഒരു ഫോറിൻ സ്റ്റുഡന്റിന് അത് 100 രൂപയുമാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ വഴി. ആനപ്പുറത്ത് കയറി രാജാവ് പണ്ട് എങ്ങനെയാണോ ഈ ഒരു കൊട്ടാരത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത് അതുപോലെ നമുക്ക് വരാൻ കഴിയും. അതിനായിട്ട് താഴെ നമുക്ക് 1100 രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്താൽ മാത്രം മതി. പക്ഷെ അതെടുക്കണമെങ്കിൽ അത്യാവശ്യം നമ്മൾ നേരത്തെ തന്നെ ഉണർന്ന് ഒരു 7 മണിക്ക് മുമ്പേ ഇവിടെ എത്തി ടിക്കറ്റ് എടുത്താലേ നമുക്ക് അതിനുള്ള എൻട്രി ടിക്കറ്റ് കിട്ടുള്ളൂ. കാരണം ഇതിന് ഭയങ്കര തിരക്കാണ് ഇവിടെ വരുന്നത്. കൂടുതലും ഫോറിനേഴ്സ് ആണ് ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഇവിടെ കൂടുതലായിട്ട് പ്രയോജനപ്പെടുത്തുന്നത് ഞാൻ കണ്ടത്. എന്തായാലും ആ ഒരു ടിക്കറ്റ് എടുക്കാനായിട്ട് അതിരാവിലെ തന്നെ വരണം. ഇവര് ഫോറിനേഴ്സ് ആണെങ്കിൽ അവർ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് തന്നെ ഡയറക്റ്റ് അവരുടെ സ്റ്റാഫ് വന്ന് ഇവിടുത്തെ ടിക്കറ്റ് എടുത്തിട്ട് അവർക്ക് കൊടുക്കും. അപ്പോൾ അത്തരത്തിൽ ധാരാളം കോമ്പറ്റീഷൻ നടക്കുന്ന രാജസ്ഥാൻ ഗവൺമെന്റ് ഐക്കോണിക് എലിഫന്റ് റൈഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഗംഭീരമായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഈ ഒരു അമീർ ഫോർട്ടിലെ എലിഫന്റ് റൈഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ പണ്ട് എങ്ങനെയാണോ രാജാവ് വന്നിട്ടിരുന്നത് അതുപോലെ തന്നെ ആനകളെയൊക്കെ ഒരുക്കിയിട്ട് രാജസ്ഥാൻ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ചെയ്തിട്ടുള്ള രാജസ്ഥാൻ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ സ്റ്റാഫാണ് ഈ ഒരു എലിഫന്റ് റൈഡ് ഇവിടെ കണ്ടക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. എന്തായാലും അതൊരു ഗംഭീര കാഴ്ച തന്നെയാണ്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഒരു ഗീവ് അവേ അനൗൺസ് ചെയ്യുന്നുണ്ട്. ഗീവ് അവേ മറ്റൊന്നുമല്ല, നമ്മളോടൊപ്പം പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്ക് ഒരു യാത്രയാണ്. ഒരാൾക്ക് അതോടൊപ്പം യാത്ര ചെയ്യാം. താമസം, ഭക്ഷണം, അവിടുത്തെ സൈറ്റ് സീയിങ്, ട്രക്കിംഗ് എല്ലാം ചേർത്തിട്ടാണ് നമ്മൾ ഒരു ഗീവ് അവേ ഓഫർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഇതിനിടയ്ക്ക് നമ്മൾ അതിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഈ ഗീവ് അവേക്ക് എലിജിബിൾ ആകാൻ വേണ്ടിയിട്ട് അതെല്ലാം നമ്മൾ ഇതിനകത്ത് പറയുന്നു. ഇവിടെ വന്നാൽ നമ്മൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു യാത്രയാണ് ഈ ഒരു എലിഫന്റ് റൈഡ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു എലിഫന്റ് വില്ലേജ് ഉണ്ട്. അവിടെയാണ് ഈ ആനകളെ അവർ പാർപ്പിക്കുന്നതും അതിന്റെ കെയർ ആൻഡ് മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്നതും. അപ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചകൾ ഈ ഒരു അമീർ ഫോർട്ടിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു കോട്ടയ്ക്ക് ഇത്രമേൽ പ്രാധാന്യം ഇവിടെ ഉള്ളത്. കാരണം ജയ്പൂർ ടൂറിസം മാപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷൻ ആണ് ഈ ഒരു അമീർ ഫോർട്ട് എന്ന് പറയുന്നത്. രാജസ്ഥാൻ ഗവൺമെന്റ് ഈ എലിഫന്റ് റൈഡിനെ ഇത്രമേൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് വിദേശ സഞ്ചാരികളുടെ ഇടയ്ക്കും സ്വദേശ സഞ്ചാരികളുടെ ഇടയ്ക്കോട്ടും ഒക്കെ. 1592 രാജ മാൻസിംഗ് ആണ് ഈ ഒരു കൊട്ടാരം ഉണ്ടാക്കിയത്. പുള്ളിയുടെ പിൻഗാമികളായിട്ടുള്ളവരൊക്കെ ഇതിനകത്ത് കൂടുതൽ കൂട്ടിച്ചേർക്കലുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്തിന്റെ പേരാണ് ദീവാനെ ആം എന്ന് പറയുന്ന സ്ഥലം. ഇത് പണ്ട് രാജാവിന്റെ ഒരു കോടതി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. രാജാവ് പ്രജകളെയൊക്കെ കണ്ടിരുന്നതും പുള്ളി ഇവിടെ ശിക്ഷാവിധികളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സ്ഥലമാണ്.
ഈ ദിവാനെ ആം കഴിഞ്ഞ് മുന്നോട്ട് ചെല്ലാൻ നേരത്തുള്ള ആ ബാൽക്കണിയിൽ നിന്ന് ഗംഭീരമായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കാണാം. ഉഗ്രൻ ഗാർഡൻ ആണ്. അതിനകത്തൊരു തടാകമുണ്ട്. തടാകത്തിലൊരു ഫ്ലോട്ടിംഗ് ഗാർഡൻ ഉണ്ട്. ഫ്ലോട്ടിംഗ് ഗാർഡനിൽ പണ്ട് രാജാവ് കുങ്കുമച്ചെടികൾ കാശ്മീരിൽ നിന്നും വരുത്തിയിട്ട് അതിൽ കുങ്കുമച്ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ള ഒരു ഗാർഡൻ ആയിരുന്നു. പക്ഷെ അതൊരു ഫ്ലോപ്പായി പോയി എന്നുള്ളതാണ് ചരിത്രങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഈ ഒരു കാലാവസ്ഥയിൽ, ജയ്പൂരിലെ കാലാവസ്ഥയിൽ ആ ഒരു കുങ്കുമച്ചെടികൾ ഗംഭീരമായിട്ട് വളർന്നു വരത്തില്ല. അപ്പോൾ ഇവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത് ഒന്നും പറയാനില്ല. സൂപ്പർ ഒരു വ്യൂ ആണ്. അവിടെ നിന്ന് അല്പം മുന്നോട്ട് പറഞ്ഞിട്ടാണ് ഹമാം എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം. ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് റാണിമാരുടെ, അതായത് ഇവിടുത്തെ മഹാറാണിമാരുടെ കുളിമുറി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ 5 പേർക്ക് ഇരുന്ന് റാണിയെ കുളിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബാത്ടബ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ സാധാരണക്കാരും തൊഴിലാളികളൊക്കെ ടൂറിസ്റ്റുകളോട് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അവരുടെ ചോറ് അല്ലെങ്കിൽ അവരുടെ വരുമാനം അത് ടൂറിസത്തിൽ നിന്നുള്ളതാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ. പിന്നെ വിദേശ സഞ്ചാരികളൊക്കെ വന്നിട്ട് ഈ ഒരു ഫോട്ടോയുടെ അല്ലെങ്കിൽ കൊട്ടാരത്തിന്റെ മുമ്പിൽ നിന്നിട്ട് ഫോട്ടോയ്ക്ക് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നു. അപ്പൊ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് നേരെ കൊട്ടാരത്തിന്റെ അകത്തേക്ക് കയറാം. കൊട്ടാരത്തിന്റെ അകത്തേക്ക് കയറാൻ നേരത്തുള്ള ആദ്യ കാഴ്ച എന്ന് പറയുന്നത് ഒരു നീളൻ വരാന്തയാണ്. ഏകദേശം 2 പേർക്ക് നടക്കാൻ പറ്റുന്ന ഈ ഒരു വരാന്തയിലൂടെ നമ്മൾ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നല്ല ചെറിയ ഒരു ഇടനാഴി കാണാം. അത് നേരെ എത്തുന്നത് റാണിമാരുടെ അന്തഃപുരങ്ങളിലേക്കാണ്. റാണിമാരുടെ അന്തഃപുരങ്ങളിലേക്ക് രാജാവിന് മാത്രമേ പണ്ട് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. ഓരോ റാണിമാർക്കും ഓരോ അന്തഃപുരങ്ങളാണ്. അതിലേക്ക് രാജാവ് ഏത് അന്തഃപുരത്തിലാണ് ഉള്ളതെന്നുള്ളത് ആ അന്തഃപുരത്തിലെ റാണിക്ക് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ റാണിമാര് തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായാൽ അവർ തമ്മിൽ കലഹം ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് രാജാവ് എവിടെയാണെന്നുള്ളത് ആ ഒരു അന്തഃപുരത്തുള്ള റാണിക്ക് മാത്രമേ അറിയാൻ കഴിയൂ. ഈ കാണുന്ന ഒരു കൊട്ടാരമാണ് സുഖ് മന്ദിർ എന്ന് പറയുന്നത്. ഇത് രാജാവിന്റെ വേനൽക്കാലത്തിലുള്ള ആ ഒരു അന്തഃപുരമാണ്. ഇതിനകത്ത് എയർ കണ്ടീഷൻ ചെയ്തിട്ടുണ്ട്. ആ ഫ്രണ്ടിൽ കാണുന്ന ആർച്ച് ഷേപ്പിനുള്ളിലൂടെ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് ഒഴുകി വരും. അതിലൂടെ ഒഴുകി താഴേക്ക് വരുന്ന വെള്ളം ആ ഒരു മുറി മുഴുവനായിട്ട് തണുപ്പിക്കും. അത് പണ്ട് 500 വർഷങ്ങൾക്ക് മുമ്പ് രാജാവ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു എയർ കണ്ടീഷനാണ്. പിന്നെ നമ്മുടെ മുന്നിലായിട്ട് ഇപ്പൊ കാണുന്ന ദൂരെ കാണുന്ന ആ ഒരു കൊട്ടാരം കണ്ടു. ചില ധാരാളം പ്രത്യേകതകളാണ്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് തന്നെ കാണാം, നേരിട്ട് കാണാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഈ കാണുന്ന ഒരു കൊട്ടാരമാണ് ഷീഷ് മഹൽ എന്ന് പറയുന്നത്. ഷീഷ് എന്ന് വെച്ചാൽ കണ്ണാടി എന്നാണ് അർത്ഥം. കണ്ണാടി ചില്ലുകൾ കൊണ്ട് 2 ലക്ഷത്തോളം വരുന്ന കണ്ണാടി ചില്ലുകൾ ഉപയോഗിച്ചിട്ട് വളരെ ആർട്ടിസ്റ്റിക് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു കൊട്ടാരമാണ് ഷീഷ് മഹൽ എന്ന് പറയുന്നത്. ഇതിന്റെ ഭിത്തിയിലും പ്രൂഫുകളിലും ഒക്കെ ആയിട്ട് ധാരാളം കണ്ണാടി ചില്ലുകൾ 2 ലക്ഷത്തിന് മുകളിൽ ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കണ്ണാടി ചില്ലുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു കൊട്ടാരമാണ് ഷീഷ് മഹൽ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു തിരി തെളിയിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന കണ്ണാടി ചില്ലുകൾ അത്രയും പിന്നിത്തിളാം. ഈ കണ്ണാടികളൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. 400-500 വർഷങ്ങൾക്ക് മുമ്പ് ബെൽജിയത്തിൽ നിന്നും കൊണ്ടുവന്നിട്ട് അത് ഭിത്തിയിലും റൂഫിലും ഒക്കെ ആയിട്ട് പതിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു ഉഗ്രൻ മാസീവ് കൺസ്ട്രക്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോഴും ഒരു കേടുപാടും കൂടാതെ ഈ ഒരു ഷീഷ് മഹൽ അങ്ങനെ തന്നെ നിൽക്കുന്നു. ഇതോടൊപ്പം ധാരാളം ജെം സ്റ്റോണുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ബ്രിട്ടീഷുകാർ ഇളക്കിയെടുത്തുകൊണ്ട് പോയി എന്നുള്ളതാണ് നമ്മളോടൊപ്പമുള്ള ഗൈഡ് നമുക്ക് വിവരിച്ച് തന്നിട്ടുള്ളത്. വിന്റർ സമയങ്ങളിൽ രാജാവ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നത് ഈ ഷീഷ് മഹലിലാണ് എന്നാണ് പറയപ്പെടുന്നത്. ബോളിവുഡിന്റെ ഒരു ഇഷ്ട ലൊക്കേഷനാണ് ഈ അമീർ ഫോർട്ട് എന്ന് പറയുന്നത്. ധാരാളം ഹിന്ദി സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കോട്ട. ഇതിനകത്ത് ഭൂൽഭുലയ്യ, ബജ്റാവ് മസ്താനി, പിന്നെ ജോധ അക്ബർ പോലുള്ള പ്രശസ്തമായിട്ടുള്ള സിനിമകളുടെ 90% വരുന്ന ഷോട്ടുകൾ ഇവിടെ തന്നെയാണ് ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നൊക്കെയാണ് പറയുന്നത്.
എന്തായാലും നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഏകദേശം കണ്ടതിന് ശേഷം ഇനി ഇതിപ്പോ രാജ കൊട്ടാരത്തിന്റെ ഭാഗമാണ്. ഇനി ഇതിന്റെ കോട്ടയുടെ ഭാഗം, അതായത് സൈനികരൊക്കെ താമസിക്കുന്ന ആ ഒരു ഭാഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. സൈനിക താവളങ്ങളും അവരുടെ വിശ്രമ മുറികളും അവരുടെ ഗാർഡ് നിൽക്കുന്ന സ്ഥലങ്ങളും ഒക്കെ ഇതിന്റെ മുകൾ ഭാഗത്തായിട്ടാണ് കൂടുതലായിട്ട് വരുന്നത്. അങ്ങോട്ടുള്ള വഴികളൊക്കെ തന്നെ തീർത്തും ഇടുങ്ങിയതായിട്ടുള്ള വഴികളാണ്. ഈ ഭാഗത്തൊക്കെ ആയിരുന്നു സൈനിക പോസ്റ്റുകൾ. ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊട്ടാരത്തിന്റെ ഒരുവിധപ്പെട്ട എല്ലാ ഭാഗങ്ങളും ഒക്കെ കാണാൻ പറ്റും. ഇവിടെ നിന്നിട്ടാണ് സൈനികര് ഈ ഒരു കൊട്ടാരത്തിന്റെ കാവലൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഇതിന്റെ എല്ലാ കോർണറിലും എല്ലാ ഭാഗങ്ങളിലും ഇതുപോലെ തന്നെ സൈനിക പോസ്റ്റുകളുണ്ട്. പിന്നെ സൈനികർക്ക് മുന്നോട്ട് നടക്കാനുള്ള വഴി എന്ന് പറഞ്ഞാൽ തീർത്തും ഇടുങ്ങിയതായിട്ടുള്ള വഴികളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ശത്രുക്കളാണ് ഇതിനകത്തേക്ക് വരുന്നതെങ്കിൽ ഒരു സൈനികൻ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന മുഴുവൻ ആൾക്കാരെയും കുത്തിയോ വെടിവെച്ചോ ഒക്കെ കൊന്നുകളയാൻ പറ്റും. കാരണം അവർക്ക് ഗ്രൂപ്പായിട്ട് ഇതിനകത്തേക്ക് ഓടിക്കയറി വന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒരാൾക്കേ കടന്നതിനകത്തേക്ക് ഉള്ളിലേക്ക് വരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ ആണ് ഈ ഒരു കൊട്ടാരം. ഈ ഒരു കൊട്ടാരത്തിലല്ല, ജയ്പൂരിൽ ഒരുവിധപ്പെട്ട എല്ലാ കൊട്ടാരത്തിലും സൈനികർക്ക് താമസിക്കാനും അവർക്ക് കടന്നു പോകാനൊക്കെ ഏകദേശം ഇത്തരത്തിലുള്ള വഴികളൊക്കെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ കൊട്ടാരത്തിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങണം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ അമീർ ഫോർട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എലിഫന്റ് വില്ലേജ് ആണ്. അതായത് നമ്മുടെ അമീർ ഫോർട്ടിലേക്ക് രാവിലെ എലിഫന്റ് സഫാരി നടത്തുന്ന ആ ഒരു ആനകളൊക്കെ 11 മണിയൊക്കെ ആകുമ്പോൾ അവരുടെ എലിഫന്റ് സഫാരി എല്ലാം കഴിഞ്ഞതിന് ശേഷം വിശ്രമ കേന്ദ്രമായിട്ടുള്ള എലിഫന്റ് വില്ലേജിലേക്കാണ് പോകുന്നത്. അങ്ങോട്ടേക്ക് ഏകദേശം അമീർ ഫോർട്ടിൽ നിന്നും 3.5-4 കിലോമീറ്ററോളം ഉണ്ട്. നമ്മൾ നേരെ ഇവിടുന്ന് കാർ എടുത്ത് അങ്ങോട്ട് വിടുകയാണ്. പോകുന്നത് കറക്റ്റ് ഡയറക്ഷനിൽ തന്നെയാണ് എന്നുള്ള സൂചനകളൊക്കെയാണ് നമുക്ക് കിട്ടിത്തുടങ്ങിയിട്ടുള്ളത്. ആ ഒരു ആന കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് അവരുടെ വില്ലേജിലേക്ക് തന്നെ പോകുന്നുണ്ട്. ഇവിടെ ഏകദേശം 85ഓളം ആനകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിൽ 82 പിടിയാനകളാണ്, പെണ്ണാനകളാണ്. എന്താണ് അതിന്റെ കാരണം എന്നറിയത്തില്ല, പക്ഷെ അത്രത്തോളം തന്നെ പിടിയാനകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ബാക്കി 2-3 വലിയ ആണാനകളും ഉണ്ട്. അപ്പൊ നമ്മൾ നേരെ ഇവിടെ എത്തി. ഇവിടെ വന്നാൽ നമുക്ക് ചെറിയ ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ആനപ്പുറത്ത് കയറിയിട്ട് ഈ എലിഫന്റ് വില്ലേജ് മുഴുവൻ ഒന്ന് കറങ്ങി കാണാം. അമീർ ഫോർട്ടിലേക്ക് ആനപ്പുറത്ത് കയറി യാത്ര ചെയ്യാൻ കഴിയാതെ വരുന്ന ആൾക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പാരലൽ ഒരു സൗകര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ ധാരാളം ആൾക്കാർ ഇവിടെ വന്നിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു എലിഫന്റ് റൈഡിന്റെ ചാർജ് എന്ന് പറയുന്നത് അത് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. കാരണം ഇവർക്ക് അങ്ങനെ ഒരു ഫിക്സഡ് റേറ്റ് ഒന്നും ഇല്ല. നമ്മൾ ബാർഗെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും. അപ്പൊ ഞാൻ എന്റെ മോനെ കൊണ്ട് കുറച്ച് എലിഫന്റിനെ ഫീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പുള്ളിക്ക് ആനകളെ വലിയ ഇഷ്ടമാണ്, പക്ഷെ കുറച്ച് പേടിയുണ്ട്. അതൊക്കെ പുള്ളിയുടെ മൊത്തം നമുക്ക് നന്നായിട്ട് കാണാം. എന്നാലും പേടിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ പുള്ളിയെ കൊണ്ടങ്ങ് പോയതാണ്. എന്തായാലും പുള്ളിയെ നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് യാത്ര കഴിഞ്ഞതിന് ശേഷവും 2-3 പ്രാവശ്യം എന്നോട് വീണ്ടും അവിടെ പോകണം എന്നൊക്കെ തന്നെയാണ് പുള്ളി വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ പുള്ളിയെ യാത്ര അത്രയ്ക്കധികം ആസ്വദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ജയ്പൂരിലേക്ക് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടെയാണ് ഈ എലിഫന്റ് വില്ലേജ് എന്ന് പറയുന്നത്. ഇനി ഞാൻ നമ്മുടെ ഗീവ്അവേയുടെ ആ ഒരു കാര്യത്തിലേക്ക് പോവാം. ഇതിന്റെ ലാസ്റ്റ്, അതായത് ഈ വീഡിയോ തീരുന്ന സമയത്ത് ഞാനൊരു കാർഡ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് വേറൊന്നുമല്ല, നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ 5 വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിന്റെ സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് തരിക. കൂടെ 2 കാര്യങ്ങൾ കൂടെ ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. MKPയോടൊപ്പം ട്രാവൽ ചെയ്ത എല്ലാവർക്കും 1000 നന്ദി. നമുക്ക് ഫ്യൂച്ചറിൽ ഒരുമിച്ച് ട്രാവൽ ചെയ്യാം. അപ്പോൾ ഗീവ് അവേ മറക്കണ്ട.
എല്ലാവരും ഈ പറഞ്ഞിരിക്കുന്ന ഗൈഡ് ലൈൻസ് ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരാളെ നറുക്കിട്ടിട്ട് നമ്മളോടൊപ്പം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള വൈൽഡ് ലൈഫ് സാഞ്ചുറി അല്ലെങ്കിൽ ടൈഗർ റിസർവിലേക്ക് ഒരുമിച്ച് നമുക്ക് പോവാം. താങ്ക് യു സോ മച്ച്.